എറണാകുളം നെട്ടൂരിൽ 4-അംഗ സംഘം വീട് ആക്രമിച്ചു. 29-ാം ഡിവിഷനിൽ സിജുവിന്റെ വീടാണ് ആക്രമിച്ചത്. സിജുവിന്റെ അമ്മ ശ്യാമള, അയൽവാസി പ്രിൻസ് എന്നിവർക്ക് പരിക്കേറ്റു. അക്രമികളിൽ ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. റിനു ശ്രീധർ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. റിനു, എന്താണ് അവിടെ ഉണ്ടായത്? നെട്ടൂർ 29-ാം ഡിവിഷനിൽ ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് സിജുവിന്റെ വീട്ടിലേക്ക് 4-അംഗ സംഘം എത്തുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തത്. ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ട 4 പേരാണ് എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം. ഈ 4ഓളം ആളുകൾ യാതൊരുവിധ പ്രകോപനങ്ങളുമില്ലാതെയാണ് വീട്ടിലേക്ക് മാരകായുധങ്ങളുമായി കയറുകയും വീട് അടിച്ചു തകർക്കുകയും ചെയ്തത്. വീടിന്റെ ജനലുകളും വാതിലുകളും അതുപോലെ തന്നെ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ അടിച്ചു നശിച്ചിട്ടുണ്ട്. ഇത് കാരണം എന്തെന്ന് അറിയില്ല. ഇത് തടയാനെത്തിയ സിജുവിന്റെ മാതാവ് ശ്യാമളയെയും ആക്രമിച്ചു. ഇത് കണ്ട് ഓടിയെത്തിയ അയൽവാസിയായിട്ടുള്ള പ്രിൻസ് എന്ന് പറയുന്ന യുവാവിനും മർദ്ദനമേറ്റിട്ടുണ്ട്. ഇവർ രണ്ടുപേരെയും തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അക്രമികളിൽ ഒരാളെ നാട്ടുകാർ ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇയാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇയാളുടെ പേരോ മറ്റു വിവരങ്ങളോ നിലവിൽ ലഭ്യമല്ല. എന്താണ് ആക്രമണത്തിന് പിന്നിലുള്ള കാരണം എന്നുള്ളതും പോലീസിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. തുടർന്നുള്ള അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലുമായിരിക്കും വിവരം ലഭിക്കുക എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മറ്റുള്ള 3 പേർക്കായിട്ട് പോലീസ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഭാരിക. ശരി, എറണാകുളം നെട്ടൂരിലാണ് 4-അംഗ സംഘം വീട് കയറി ആക്രമിച്ചിരിക്കുന്നത്. 29-ാം ഡിവിഷനിൽ സിജുവിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ആക്രമണ കാരണം എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. റിനു ശ്രീധർ വിവരങ്ങൾ നൽകുകയായിരുന്നു.